ഹായ് മക്കളെ, അപ്പൊ നമ്മളെല്ലാവരും SLC റിസൾട്ടൊക്കെ കണ്ടു. പല കുട്ടികളും നല്ല രീതിയിലേക്ക് റിസൾട്ട് വാങ്ങിച്ചിട്ടുണ്ട്. 10A+, 9A+, 8A+, 7A+ ഒക്കെ വാങ്ങി നല്ല രീതിയിലേക്ക് റിസൾട്ട് കാഴ്ചവെച്ച മക്കളാണ് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ ഇനി അടുത്തൊരു ലക്ഷ്യം നിങ്ങളുടെ +1 അതുപോലെ +2, കാരണം 10ഓട് കൂടി നമ്മളുടെ ലക്ഷ്യം അവസാനിക്കുന്നത്, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ട്യൂഷൻ, അതിന്റെ കോച്ചിങ്ങിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ കോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കുട്ടികൾ നമ്മുടെ കോമ്പറ്റീവ് എക്സാംസ് ആയ നീറ്റ്, JEE, KEAM, CUET അതുപോലെയുള്ള പല എൻട്രൻസ് എക്സാംസും എഴുതിയിട്ട് നല്ല രീതിയിലേക്ക് എഡ്യൂക്കേഷൻ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ +2, +1 എക്സാമുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങി ഡിഗ്രി ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ഐസർ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. ഇപ്പം നമുക്കറിയാം, ഒരുവിധം കാര്യങ്ങളിലേക്ക് പോകണമെങ്കിലൊക്കെ നമുക്ക് എൻട്രൻസ് എക്സാംസ് മസ്റ്റ് ആണ്. ഓക്കെ, എൻട്രൻസ് എക്സാംസ് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠനത്തിന്റെ രീതി ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. കൺസെപ്ച്വൽ ലേണിംഗ് നമ്മൾ അതിന് പറയാം. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ ഓരോ സബ് ടോപ്പിക്സും എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതുപോലുള്ള എൻട്രൻസ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെ അണ്ടറിൽ, ഇപ്പൊ നമുക്കറിയാം ടാർഗറ്റിൽ ക്ലാസ് എടുക്കുന്ന ഓരോ ഫാക്കൽറ്റീസും റിപ്പീറ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ആണ്. റിപ്പീറ്റേഴ്സിന് ഒരുപാട് വർഷത്തെ പരിചയ സമ്പത്തുള്ള ടീച്ചേഴ്സ് ആവുമ്പോൾ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് അതിന്റെ ഏതൊക്കെ ഭാഗത്ത് നിന്നും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നും അതൊക്കെ അവർക്ക് ആ ക്ലാസ്സിൽ നേരെ പ്രസന്റ് ചെയ്യാൻ കഴിയും. അതാണ് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേഴ്സ് ഫാക്കൽറ്റീസിന്റെ പ്രത്യേകത. അപ്പൊ മക്കള് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +1ലേക്ക് നിങ്ങൾ സ്കൂൾ തുടങ്ങുന്നതിന്റെ മുൻപ് തന്നെ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ സ്കൂൾ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കരുത്. കാരണം അത് കാത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ പോർഷൻസ് ഒരുപാട് പോയിട്ടുണ്ടാവും. കാരണം സ്റ്റാർട്ടിംഗ് ക്ലാസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് മക്കൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ A+ കിട്ടി അതിന്റെ ആഘോഷമൊക്കെ നടക്കണം, അതൊക്കെ വേണ്ട തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത അക്കാദമിക് ഇയറിനെ നശിപ്പിച്ചുകൊണ്ടാവരുത് നമ്മൾ ആഘോഷങ്ങൾ ഉണ്ടാവേണ്ടത്. സോ മക്കൾ എല്ലാവരും നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കുക. നമ്മുടെ ബാച്ചുകൾ 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സുകളിലേക്ക് വരിക. നമ്മൾ തരുന്ന ഓരോ ഉപദേശങ്ങളും ഓരോ അഡ്വൈസുകളും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിലേക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല രീതിയിലേക്ക് അടിപൊളിയായിട്ട് പഠിച്ചു മുന്നേറാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച കുട്ടികൾ, ഞാൻ പറയും +1ലും +2ലും നമ്മൾ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് +2ന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് എക്സാംസ് ഒക്കെ സൂപ്പർ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബോർഡ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇപ്രാവശ്യം ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് അറിയാം ഒരുപാട് A+ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എവാലുവേഷൻ ഒക്കെ ടൈറ്റ് ആക്കി. എന്നിട്ടും നിങ്ങൾ നല്ല മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാലിബർ ഉണ്ട് എന്നാണ്. ആ കാലിബർ നിങ്ങൾ നശിപ്പിക്കാതെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഊർജ്ജം വെച്ച്, ആ ഒരു കോൺഫിഡൻസ് വെച്ച് മുന്നോട്ടേക്ക് പോവാം. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, +1 ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 ഈസ് വെരി ക്രൂഷ്യൽ. പല കുട്ടികളും നമ്മുടെ ടാർഗറ്റിലേക്ക്, ചില കുട്ടികളൊക്കെ +1ൽ എവിടെയെങ്കിലുമൊക്കെ പോയതിനു ശേഷം +2ലേക്ക് മടങ്ങി വരും. +2ലേക്ക് മടങ്ങി വരുന്ന സമയത്ത് +1ൽ ടാർഗറ്റിൽ പഠിച്ച കുട്ടികളുടെ പെർഫോമൻസ് ഒരിക്കലും പുറത്തു പോയി വരുന്ന കുട്ടി കാഴ്ചവെക്കാൻ കഴിയാറില്ല. കാരണം +1 വെരി വെരി ക്രൂഷ്യൽ ആണ്. കാരണം +1ലെ പല കണ്ടന്റുമാണ് +2ലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതറിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, +2 പഠിക്കാൻ ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, +1ൽ നല്ല രീതിയിലേക്കുള്ള കോച്ചിങ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. നല്ല കോച്ചിങ് എടുക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, ടീച്ചേഴ്സുമായിട്ട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഓരോ ഫാക്കൽറ്റീസിന്റെയും എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അത് പിന്നെ ബോർഡ് എക്സാം ലെവലിലേക്കാണെങ്കിലും എൻട്രൻസ് ലെവലിലേക്കാണെങ്കിലും അവരെ എക്സ്പീരിയൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്ലാസിന്റെ ക്വാളിറ്റി വെച്ച് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് സൂപ്പർ ആവാൻ നോക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.